ആവണക്കിണിയിൽ നിന്ന് റൈസിൻ ഉണ്ടാക്കിയ ടീമുമായി ഫയാസ് പ്രേംജിക്ക് ബന്ധമുണ്ടോ? ആരാണ് ഫയാസ് പ്രേംജി? മുഹറം ഘോഷയാത്രയിൽ പങ്കെടുത്തവരെ കൂട്ടക്കൊല ചെയ്യാൻ വിഷഗുളികകൾ വിതരണം ചെയ്ത യുവാവ്. ഈ യുവാവിനെ ചുറ്റിപ്പറ്റി അന്വേഷണം ആ രീതിക്ക് പോവുകയാണ്. മുംബൈയിലെ ബൈക്കുള മേഖലയിൽ നിന്നും ഫയാസ് പ്രേംജി എന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ നൽകിയ ഗുളികകൾ കഴിച്ച 11ഓളം പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് സംഭവം പുറം ലോകം അറിയുന്നത്. വേദന സംഹാരി എന്ന വ്യാജേന എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ സിങ്ക് ഫോസ്ഫൈഡ് അടങ്ങിയ ഗുളികകളാണിത്. ഇയാളൊരു അഭ്യസ്ത വിദ്യനാണ്, BBA-കാരനായ ഇയാൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ആ ഒരു തീവ്രവാദ ശൃംഖലയുമായി ബന്ധപ്പെട്ടാണോ ഇത്തരത്തിൽ വിഷഗുളികകൾ വിതരണം ചെയ്തത് എന്ന രീതിയിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. റേ റോഡിലെ റഹ്മത്താബാദ് ശ്മശാനത്തിന് സമീപം നടന്ന ആശുറ ഘോഷയാത്ര. ഇതിനിടെയാണ് പ്രതി ആ ഘോഷയാത്രയിലേക്ക് കടന്നു ചെന്ന് ഗുളികകൾ വിതരണം ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു. വേദന സംഹാരികളും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുമാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇത് ആളുകൾക്ക് നൽകിയത്. റാലിയിൽ പോകുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് എന്തെങ്കിലും ക്ഷീണങ്ങളോ കാലുവേദനയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. നല്ലതല്ലേ എന്ന് വിചാരിച്ച് അവരിൽ പലരും അത് വാങ്ങിയിട്ടും ഉണ്ടാകാം. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രതി വിതരണം ചെയ്ത ക്യാപ്സ്യൂളുകളിൽ മാരകമായ സിങ്ക് ഫോസ്ഫൈഡ് എന്ന വിഷപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലിവിഷത്തിലും മറ്റ് കീടനാശിനികളും ഉപയോഗിക്കുന്ന അപകടകരമായ രാസവസ്തുവാണിത്. കുറഞ്ഞത് 15,000 ആളുകളെങ്കിലും കൂട്ടക്കൊല ചെയ്യുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചോദ്യം ചെയ്യലെ പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഇക്കണക്കിൽ നോക്കുകയാണെങ്കിൽ ചെങ്കോട്ട സ്ഫോടനം അത്രത്തോളം അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് പറയാം. 15,000 ആളുകളെ ഒറ്റയടിക്ക് ഒരു വിഷഗുളികയിലൂടെ കൊല്ലുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ശൃംഖല എന്തായാലും ശക്തമായിരിക്കും. ഇതൊരാൾ മാത്രമായിരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വലിയ ശൃംഖല, ചിലപ്പോൾ ഒരു പക്ഷേ ചെങ്കോട്ട സംഭവവുമായി ബന്ധപ്പെട്ട ആ തീവ്രവാദ ശൃംഖലയുമായി ബന്ധമുള്ള ഒരു ശൃംഖല തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം എന്ന് തന്നെ പോലീസ് ഉറച്ചു വിശ്വസിക്കുകയാണ്. 3 വനിതാ വോളണ്ടിയർമാരുടെ ഇടപെടലാണ് 10,000-കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചത്. ഫയാസ് പ്രേംജി സംശയാസ്പദമായ രീതിയിൽ ഗുളികകൾ വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇവർ ഉടൻ തന്നെ ഇയാളെ തടയുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. വോളണ്ടിയർമാർ ക്യാപ്സ്യൂൾ തുറന്ന് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ സംശയാസ്പദമായ രീതിയിൽ പൊടി കണ്ടെത്തി. തുടർന്ന് ഘോഷയാത്രയിൽ പങ്കെടുത്തവർ ആരും തന്നെ ഗുളികകൾ കഴിക്കരുത് എന്ന ലൗഡ് സ്പീക്കറിലൂടെ അനൗൺസ്മെന്റ് നടത്തുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ പക്കൽ നിന്ന് 14,900 ഗുളികകൾ പിടിച്ചെടുത്തു. എന്നാൽ ഇതിനോടകം തന്നെ ഈ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരളവ് ഗുളികകൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതുകൂടാതെ 30,000 ക്യാപ്സ്യൂളുകൾക്ക് 50 കിലോഗ്രാം ഫോസ്ഫറസിനും പ്രതി ഓർഡറും നൽകിയിരുന്നു. ഗുളികകൾ കഴിച്ച 11 പേർക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് വിദേശ പശ്ചാത്തലമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇയാൾ മുൻപ് ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഭീകരവാദ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. കഴിഞ്ഞ 15 ദിവസമായി പ്രതി മുംബൈയിൽ താമസിക്കുന്നുണ്ട് എന്ന അന്വേഷണത്തിൽ വ്യക്തമായി. ഡോങ്ക്രിയിലെ ഒരു ലോഡ്ജിൽ ഇയാൾ ഒരു മുറി വാടകയ്ക്ക് എടുത്തിരുന്നു. ഇതേ വിലാസത്തിൽ നിന്നുള്ള സിങ്ക് ഫോസ്ഫൈഡ് 30,000 ഒഴിഞ്ഞ ക്യാപ്സ്യൂളുകളും ഓർഡർ ചെയ്തതായി പോലീസ് കമ്മീഷണർ ജയൻ മീന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് അന്വേഷണത്തിൽ പ്രതികൾ 14,900 വിഷഗുളികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും 30,000 ഒഴിഞ്ഞ ഗുളികകളും 50 കിലോഗ്രാം സിങ്ക് ഫോസ്ഫൈഡും ആവശ്യപ്പെട്ടതായും കണ്ടെത്തി. വലിയ തോതിൽ പൗരന്മാരെ ലക്ഷ്യം വെക്കാനുള്ള ഗൂഢാലോചന നടന്നിരിക്കാം എന്ന് അന്വേഷണ ഏജൻസികളും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. BBA ബിരുദധാരിയായ ഫയാസ് പ്രേംജി പൂനെയിൽ പെയിന്റ് ബിസിനസ് നടത്തുന്നു എന്നാണ് വിവരങ്ങൾ. അടുത്തിടെ ഇറാനും ഇറാഖും സന്ദർശിച്ചു. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നു. അതേസമയം ഈ കേസിൽ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത ക്യാപ്സ്യൂളുകളുടെയും രാസവസ്തുക്കളുടെയും സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അന്വേഷണത്തിനിടെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ സാധ്യതയുള്ള സൂത്രധാരനും മറ്റു കൂട്ടാളികൾക്കും വേണ്ടിയുള്ള തിരച്ചിലും തുടർന്നുവരികയാണ് എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.